അറിയില്ലേ, ആരോൺ അക്കാഡമിയുടെ ശീഷൻ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ ഇന്നത്തെ പ്രത്യേകത ഇവർക്കും കൂടി അറിയാൻ നമുക്ക് നോക്കിയാലോ. ഹായ്, മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? വുമൻസ് ഡേ. ഓക്കെ, പേരെന്താണ്? മേഘന. മേഘന എവിടുന്നാ വരുന്നത്? മുക്കം. ഓക്കെ, പഠിക്കുകയാണോ അപ്പോൾ? ഓക്കെ, എന്താ പഠിക്കുന്നത്? ഡിഗ്രിയാണ്. അപ്പൊ എന്താവാനാണ് ആഗ്രഹം? ഗോൾ എന്താണ്? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം വുമൻസ് ഡേ ഒക്കെ ആണല്ലോ, അപ്പം ഇപ്പത്തെ നമ്മുടെ സമയത്ത് ഇപ്പൊ വുമൻസിന് കുറെ റേപ്പ് കേസസ് അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുന്നില്ല ഇന്ത്യയിൽ. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ ഡ്രസ്സിങ് കൊണ്ടാണോ ഈ വിക്ടിം അവരുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം? ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വുമൻസ് ആണെങ്കിലും കുറെ പേർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പറയാറ്? ഓക്കെ പൂജ, അപ്പം മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? വുമൻസ് ഡേ ആണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? പഠിക്കാണോ വർക്ക് ചെയ്യാണോ? ഞാൻ IT പഠിക്കാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ എന്താവാനാണ് ആഗ്രഹം? പഠിച്ചൊരു പണി വേണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, 10+2 ഡിഗ്രി, അത് പോലെ കരിയർ ഓറിയന്റഡ് കോഴ്സസ് എടുത്തിട്ട്, അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗോളിലേക്ക് എത്താൻ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം പെൺകുട്ടികൾക്ക് ഇപ്പൊ പല നിങ്ങൾക്കും നോ പറയാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ? പൊതുവെ ഞാൻ അങ്ങനെ എല്ലാ കാര്യത്തിനും ബാക്കോട്ട് ഇങ്ങനെ നിൽക്കുന്നവരാണ്. ശരിക്കും പെൺകുട്ടികൾ അങ്ങനെ ആവരുത് എന്നാണ് അഭിപ്രായം. അപ്പൊ ഇപ്പത്തെ പെൺകുട്ടികളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഒരാള് നമ്മളെ എന്താ പറയാ ഇഷ്ടമല്ലാത്ത കാര്യം എന്ത് കണ്ടാലോ അതിനെ തർപ്പിച്ച് പറയാനുള്ള ധൈര്യം വേണം. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്കൂളിലൊക്കെ? അങ്ങനെ ഇതുവരെ അങ്ങനൊന്നും ഇഷ്യൂസ് ഒന്നും വന്നില്ല. അപ്പൊ നമ്മുടെ ഒരു കാലഘട്ടം പ്രോഗ്രസീവ് ആയി വരുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? കറക്റ്റ്. ഓക്കെ, മാമിന്റെ പേരെന്താണ്? സുമം. വർക്ക് ചെയ്യണോ? ഹൗസ് വൈഫ്? സ്കൂളിൽ വർക്ക് ചെയ്യാം. 4 ടീച്ചേഴ്സ് ആണോ? ഓക്കെ, ഹൈ മാം. ഓക്കെ, അപ്പം നമ്മൾ വുമൻസ് ഡേന്റെ ഭാഗമായി വന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം എത്ര കാലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 9 years ആയി. ഓക്കെ, അപ്പൊ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പേഴ്സണൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് വർക്കിന് പോയത് കൊണ്ട്? അത് ഞാൻ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചിങ് ആണ്. കുറെ വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഓരോ സ്ഥലത്തുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചു. ഓരോരുത്തരും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇവരൊക്കെ എന്റെ കുറെ ജൂനിയേഴ്സ് ആണ്. ഇവരൊക്കെ ഗസ്റ്റ് ടീച്ചേഴ്സ് ആണ്. ഇവരായിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങളുടെ ഏജ് തന്നെ ഒരു 10 വർഷം താഴത്തേക്ക് പോയ പോലെയാണ്. ഓക്കെ, അതാണ് ടൗണിൽ വന്നിട്ടുണ്ടായ മാറ്റം. നമ്മുടെ ഇപ്പം നാട്ടിൽ ഇപ്പൊ ഒരു ഹൗസ് വൈഫ് എന്നുള്ള പോലെ ഹൗസ് ഹസ്ബൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പം അതിന്റെ സമൂഹം വേറെ തന്നെയാണല്ലോ കാണുന്നത്. ഹൗസ് വൈഫ് അതുപോലെ ഹസ്ബൻഡിനെ ഒരുപോലെ കാണുന്നില്ലല്ലോ. അപ്പൊ അതിനെ പറ്റി അത് ചില ഹസ്ബൻഡ് എല്ലാവരും അങ്ങനെയല്ലല്ലോ. ചില ആളുകൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലേഡീസിന്റെ പോലെ തന്നെ ഷെയർ ചെയ്ത് ജോലികൾ ചെയ്യുന്ന നല്ല ഹസ്ബൻഡ്സും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ലല്ലോ, പാർട്ട്ണർഷിപ്പിൽ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേരും ഈക്വലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ എല്ലാത്തവരും അതിന് മുന്നോട്ട് വരണം. സ്ത്രീകൾ ഇപ്പൊ ഞങ്ങൾ ജോലിക്ക് പോകും, വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ പകുതി ഷെയർ ചെയ്ത് പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ മാമിന് ഇപ്പം ഇത്ര കാലത്തെ വർക്ക് ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും വുമൺ ആയതുകൊണ്ട് എന്തെങ്കിലും സെറ്റ് ബാക്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇത് ജെൻഡർ ഇൻഇക്വാളിറ്റി എന്തെങ്കിലും അങ്ങനത്തെ സിനാരിയോസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. നമുക്കിപ്പം എന്തെങ്കിലും വീക്കാണെന്ന് നമുക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. നമുക്കപ്പോൾ ഒരുമിച്ച് ജെൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്ത് ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വുമൺ ആയതുകൊണ്ട് നിങ്ങളെ എനിക്ക് അവരൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ മാം ഇപ്പൊ മാമിന്റെ 20s ഇപ്പം ആണെങ്കിൽ മാം എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും? 20s പണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇപ്പം 20s മാം എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അതെ, ഇവരിപ്പോ എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഇവര് കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ അതിലേക്കാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോ കൂടുതൽ ഇപ്പൊ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്നത് ഇപ്പം പറഞ്ഞല്ലോ, ജെൻഡർ ഇക്വാലിറ്റി വേണം വീട്ടിലെ കാര്യങ്ങളിലായാലും. പിന്നെ നമുക്ക് രാത്രിയൊക്കെ പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റണം, സിനിമയ്ക്ക് പോകാൻ പറ്റണം, ജീവിതം പുറത്തും അകത്തും എൻജോയ് ചെയ്യാൻ പറ്റണം. ഇപ്പോഴത്തെ കുട്ടികളോട് ന്യൂ ജനറേഷനോട് മാമിന് എന്താ പറയാനുള്ളത്? ന്യൂ ജനറേഷൻ അവര് വളരെ ബോൾഡാണ്. എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവായിട്ട് കാണുകയും ജീവിതം എൻജോയ് ചെയ്യുന്ന കുട്ടികളാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ലൈഫിൽ കുറെ അച്ചീവ്മെന്റുകൾ അവർക്ക് ഉണ്ടാവണം. ആ ഒരു കോൺസെപ്റ്റ് മുന്നിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പാരന്റ്സിനെ ടീച്ചേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം.
നല്ലൊരു ഫ്യൂച്ചർ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം ആസ്വദിക്കുമ്പോഴും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ള ഇതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറെ റേപ്പ് കേസ് ഇപ്പൊ അറിയാലോ, റീസെന്റ് ആയിട്ട് ഫോറിനറിന്റെ റേപ്പ് കേസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഡ്രസ്സിങ് അതിനൊരു ഫാക്ടർ ആവുന്നുണ്ട്. ഡ്രസ്സിങ് സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളപ്പോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ചെയ്യുന്നത് മോശമാണെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ അവർക്ക് അത് സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ ചെയ്യട്ടെ. പിന്നെ അങ്ങനെ ഡ്രസ്സിങ് ചെയ്യുന്നവരല്ലല്ലോ പലപ്പോഴും ഇതിന്റെ ഇടങ്ങളാകുന്നത്, അല്ലാത്തവരും ആയിരിക്കും. അപ്പൊ ഡ്രസ്സിങ് എന്ന് വെച്ചാൽ കാഴ്ചക്കാരന്റെ ആ കണ്ണിലാണ് ഡ്രസ്സിങ് മോശമാണോ നല്ലതാണോ എന്നുള്ളത്. അതിപ്പോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവര് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ വുമൻസ് ഡേക്ക് ഒരു ചാൻസ് കിട്ടാൻ ആ ഡേ ആഘോഷിക്കാൻ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ ഡെയിലി വുമൻസ് ഡേ ആണ്. ഇവരൊക്കെ ഞങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇന്നിപ്പോ ഇത് അമൃതയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളിവിടെ ഒന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അപ്പൊ വുമൺ ആണ് വുമന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്. അതെ അതെ. താങ്ക് യു സോ മച്ച്. ഹായ്, മാർച്ച് 8 എന്താ പ്രത്യേകത എന്നറിയോ? അറിയില്ല. ഓക്കെ, ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. പേരെന്തായിരുന്നു? ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഡിഗ്രി ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് ഗോള്? ലൈഫിൽ എന്താവാനാണ് ഗോള്? ടീച്ചർ ആവാൻ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? നമ്മുടെ ആ ഒരു 10th +2 ഡിഗ്രി പിന്നെ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ്, അപ്പം ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ നിങ്ങളെ ഗോളിൽ എത്താൻ? കുറെ മാറ്റം വരുന്നുണ്ട്. അവർക്ക് ഫോണിലൂടെ ആയതുകൊണ്ട് അങ്ങനെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഓക്കെ, അപ്പം ഒരു മുഖ്യമന്ത്രി ആവാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വുമണിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും? രാത്രിയൊക്കെ ഇറങ്ങി നടക്കുന്നതിനൊക്കെ ഭയങ്കര ഇതല്ലേ, അപ്പൊ അതൊക്കെ കൊണ്ടുവരണം നല്ല രീതിയിൽ. പിന്നെ ലൈഫിൽ നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കാറ്? നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ, അല്ലെ എല്ലാത്തിനും നോ പറയാറുണ്ടോ? നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുന്നത് വേണോ പറയണം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട്, വരുന്ന തലമുറയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഒരു അഡ്വൈസ്? അങ്ങനെ ചോദിച്ചാല് നമ്മള് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നോ പറയാനുള്ള ചില സിറ്റുവേഷൻ നമുക്ക് കഴിയാണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളോടെങ്കിലും നമ്മൾ ഈ കാര്യം എന്തെങ്കിലും പറയാം. മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി അറിയോ? ഓക്കെ, പേരെന്താണ്? ഷബാന. ഷബാന ഇപ്പൊ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണ്. ഓക്കെ, എത്ര കാലമായി വർക്ക് ചെയ്യുന്നു? 6 months ആയി. ഓക്കെ, അപ്പൊ ഈ 6 month വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വർക്ക് ചെയ്തോണ്ട് സെൽഫ് ഡെവലപ്മെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്? കരിയറിന്റെ ഭാഗത്താണെങ്കിൽ ഒരുപാട് മീൻസ് അല്ലെങ്കിൽ ആസ് എ വുമൺ എന്നാണെങ്കിൽ ഒരുപാട് ഫ്രീഡം കിട്ടി. യൂഷ്വലായിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ പങ്ക്ച്വാലിറ്റി അങ്ങനത്തെ ഓരോ കാര്യങ്ങളില്ലേ, അപ്പൊ അതിലൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? ഇല്ല. മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി അറിയില്ല. നമ്മള് വുമൻസ് ഡേ ആണ്. പേരെന്തായിരുന്നു? അഖില. ഓക്കെ, എന്താ ചെയ്യുന്നത്? പോയിട്ട് പഠിക്കാം. രണ്ടാൾ പഠിക്കാം. ഓക്കെ, അപ്പം മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് അറിയുന്നത്? അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ആറോൺ എന്ന് പറഞ്ഞ മെഡിക്കൽ കോഡിംഗ് അക്കാഡമിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, ഗോൾസ് എന്താണ്? നേഴ്സിംഗ് കഴിഞ്ഞിട്ടാണ്. നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കാണ്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മെഡിക്കൽ കോഡിംഗ് കരിയർ. ഓക്കെ, അപ്പം നമ്മളിപ്പം വുമൻസ് ഡേ ആയതുകൊണ്ട് അതിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം നിങ്ങൾക്കിപ്പം ഇത്ര കാലത്ത് നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ ജേർണിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ജെൻഡർ ഇക്വാളിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാരണം കൊണ്ട് വുമൺ ആയതുകൊണ്ട് ബാക്കോട്ട് നിർത്തപ്പെടേ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ സമൂഹം കുറച്ച് ഫോർവേഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോ ഒരു ഇപ്പം നിങ്ങൾ 10th +2 ഡിഗ്രി ഇപ്പം ജോബ് ഓറിയന്റഡ് കോഴ്സസ് എടുത്ത്, അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഗോളിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ആവാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വുമണിന് വേണ്ടി എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും? ഫ്രീഡം കൊടുക്കണം പറയും. ലൈഫിൽ ഇപ്പം ഇപ്പോഴത്തെ വുമണിനുള്ള പ്രശ്നമാണ് നോ പറയാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആണ്? നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ആണോ, അല്ലെങ്കിൽ നിൽക്കേണ്ട സ്ഥലത്ത് എല്ലാം അല്ല വേണ്ടടുത്ത് നോ പറയാറുണ്ട്? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിപ്പം ഇന്ത്യയിൽ തന്നെ കുറെ റേപ്പ് കേസസ് റീസെന്റ് ആയിട്ട് ഉണ്ടായതിനെ പറ്റൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പൊ നമുക്കിപ്പം നമ്മുടെ ഡ്രസ്സിങ് അതിനൊരു റീസൺ ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ അടുത്തടുത്ത് മാറ്റാനില്ല, പുറത്തുനിന്ന് വന്നവരാണ്. അതെ, പറഞ്ഞ കാര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, മാർച്ച് 8 എന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? ഓക്കെ, വുമൻസ് ഡേ ആണ്.
മാർച്ച് 8 വുമൻസ് ഡേ ആണ്. മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ആറോൺ എന്ന് പറഞ്ഞ മെഡിക്കൽ കോഡിംഗ് അക്കാഡമിയിൽ നിന്ന് വരികയാണ്. വുമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ എന്താ ചെയ്യുന്നത്? മൾട്ടിമീഡിയ ചെയ്യാണ്. ഓക്കെ ഓക്കെ. അപ്പം ഫെമിനിസത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പൊ നമുക്കിപ്പം കല്യാണ പ്രപ്പോസൽസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏജ് ഗ്യാപ്പ്, നിങ്ങൾക്കാട്ടി മുതിർന്ന ഒരു വുമണിന്റെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? ഏജ് ഒരു വിഷയമല്ല. ഓക്കെ, ഇപ്പം ഏജ് ഭയങ്കര കുറവാണ്. ഇപ്പൊ 10 years ഡിഫറൻസ് ഉള്ള അത്രയും ചെറിയൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ അത് ഏജ് ഒരു വിഷയമല്ല. ഓക്കെ, താങ്ക് യു. മാർച്ച് 8 എന്താ പ്രത്യേകത എന്നറിയോ? ഓക്കെ, വുമൻസ് ഡേ ആണ്. സോ നിങ്ങൾ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? പഠിക്കുകയാണല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഗേൾസ് ഫ്രണ്ട്സ് ഇപ്പം എന്തെങ്കിലും ജെൻഡർ ഇൻഇക്വാലിറ്റി സ്കൂളിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഒന്നും തന്നെ. അപ്പൊ നമ്മുടെ ഒരു പുരോഗമനത്തിന്റെ ഒരു പാതയിലാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ. ഓക്കെ, ഇപ്പം നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് കുറെ റേപ്പ് കേസസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സുരക്ഷിതത്തിന്റെ പ്രശ്നമാണ്. അപ്പം ഗേൾസിന്റെ ഡ്രസ്സിങ് അതൊരു റീസൺ ആണോ? ഒരിക്കലല്ല. മൈൻഡ് അനുസരിച്ചിട്ടാണ് നമ്മള് ഇവിടെ നടക്കുമ്പോ തന്നെ ഓരോ ഡ്രസ്സിംഗ് അല്ലേ. ബോയ്സിന് എന്തുടാന്നാണെങ്കിൽ ഗേൾസിന് എന്തുടാന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രപ്പോസൽ വരാണ്, ഒരു വിക്ടിം ആയിട്ട് ഒരു ഗേളുടെ പ്രപ്പോസൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാണെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ? എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യും? കാരണം അത് അങ്ങനല്ല, അവരുടെ തെറ്റല്ലല്ലോ, അവരുടെ തെറ്റല്ല. പിന്നെ ഫെമിനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലല്ല. എന്താണ് ഫെമിനിസം? ഒരിക്കൽ ഈക്വൽ റൈറ്റ്സ് പറഞ്ഞാല് അതിനപ്പുറമാണ്. അത് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സ് വേണം. നിങ്ങൾ ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ജെൻഡർ ഇക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു.